ഇത് വേമർ എന്ന കമ്പനിയുടെ ഒരു ഡെയിലി ഇലക്ട്രോ മെക്കാനിക്കൽ ടൈമിംഗ് സ്വിച്ച് ആണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പോലെ ELO-ED എന്ന് പറയുന്നതാണ് ഇതിന്റെ മോഡൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡ്രോയിങ് ഒക്കെ ഉണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഈ കാണുന്ന ഒരു ഗ്ലാസ് കവർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അതൊരു 3 മോഡാണുള്ളത്. അതുപോലെ ഈ ഡയറക്ഷനിലാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അതുപോലെ റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫ് കണ്ടീഷനും, ലെഫ്റ്റ് സൈഡിലേക്ക് പ്രൊജക്റ്റീവ് ആണെങ്കിൽ ഓൺ കണ്ടീഷനുമാണ്. നമുക്ക് റൊട്ടേറ്റ് ചെയ്തതുപോലെ ടൈം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻപുട്ട് സപ്ലൈ എന്ന് പറഞ്ഞാൽ 230 ആണ്. അതുപോലെ ഒരു റിലേ കണക്ഷൻസ് ഉണ്ട്, 1ഉം 2ഉം. ഈ ഡ്രോയിങ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് വയറിംഗ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യണത്, ടൈം സെറ്റ് ചെയ്യണതൊക്കെ നോക്കിയാലോ. ഈ റൈറ്റ് സൈഡിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന ഓപ്ഷൻസും കാണാൻ പറ്റും. അങ്ങനെ പ്രൊജക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആ ഒരു ഡ്യൂറേഷൻ നമ്മുടെ ഓഫും, അതുപോലെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്നുണ്ടെങ്കിൽ അത് ഓൺ കണ്ടീഷനുമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 24 അവേഴ്സ് ടൈമിംഗ് സ്വിച്ച് ആണ്. അതുപോലെ ഒരു ടീത്ത് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വയറിംഗ് ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് വയറിംഗ് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻപുട്ട് സപ്ലൈ, ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും, അതുപോലെ ബൾബിന്റെ ഒരു ന്യൂട്രൽ ലൈനും മെയിൻ സപ്ലൈ ന്യൂട്രൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു കോമൺ ആയിട്ട് ഒരു ഫേസ് ലൈൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ലൈറ്റിലേക്കുള്ള ഒരു ടെർമിനൽ 2 എന്ന് പറയുന്ന നമ്പറിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ഓൺ ചെയ്ത് നോക്കിയാലോ. ഈ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഡ്രോയിങ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വയറിംഗ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനായിട്ട് ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഓൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലൈറ്റ് കത്തിയിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മുടെ സ്വിച്ചുകളെല്ലാം നിൽക്കുന്നത്. ആ ഒരു ഡ്യൂറേഷനിൽ എന്ത് ചെയ്യും, നമ്മുടെ ലൈറ്റ് ഓൺ ആയിട്ടിരിക്കും. റൈറ്റ് സൈഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലുള്ളത് നമ്മൾ ഓഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ടീത്ത് എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണ്. അതുപോലെ 3 മോഡാണുള്ളത്, ഒരു ഓഫ് മോഡ്, അതുപോലെ ടൈമർ മോഡ്, അതുപോലെ ഡയറക്റ്റ് ഓൺ മോഡ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെയൊക്കെ ടൈം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിനുശേഷം നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൈം ജസ്റ്റ് ഒന്ന് നോക്കാം. ആക്ച്വലി സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടൈമിങ്ങിന് അനുസരിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുവാണ് ടൈമിങ്. നമുക്ക് കാണാൻ പറ്റും റൈറ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ അത് ഓഫും, ലെഫ്റ്റ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ ഓണുമാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതിനുള്ളൊരു ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ ഇൻബിൽഡ് ബാറ്ററി ഇല്ല. അതായത് നമ്മുടെ പവർ ഫെയിലിയർ ആവണ അവിടെ നമ്മുടെ ടൈമിംഗ് സ്റ്റോപ്പ് ആവും.